ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ്, അതായത് ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവർക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളായിരിക്കുന്നു ഈ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ചിലർക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഈ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില വീഡിയോക്ക് തീരെ വ്യൂവും കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ചെറിയ 2-3 ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കും ചെറിയ രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര വ്യൂ വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക. പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ ഒരു വീഡിയോയിലും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു വീഡിയോ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അതിന് വ്യൂ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു വാച്ചിങ് അവേഴ്സിന്റെ ആ ഒരു ടൈമിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വളരെ കുറവായി പോകും. അപ്പൊ നമ്മൾ ഒരു ദിവസം പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിലധികം വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഡെയിലി ഒരു വീഡിയോസ് എങ്കിലും നമ്മളത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സുകൾക്ക് എണ്ണം കൂടുകയും ചെയ്യും. അതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള വാച്ചിങ് അവേഴ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ബോറടിക്കും. അപ്പൊ അവരത് കട്ട് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ഇല്ലാണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് വളരെ നല്ല രീതിയിൽ ചുരുക്കി കുറച്ച് ടൈം ആക്കിയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ അത് അവർക്ക് വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ചൊരു എന്താ പറയുക, ഒരു ടിപ്പായിട്ട് അത് വരികയും ചെയ്യും. ചിലത് നമ്മൾ ഒരുപാട് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണലിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെറിയ രീതിയിൽ പറഞ്ഞ് എല്ലാം നമ്മുടെ കണ്ടന്റും കാര്യങ്ങളും ചെറിയ രീതിയിൽ ആദ്യം പറഞ്ഞ് ചെറിയ വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് വാച്ചിങ് അവേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വേണ്ടാത്ത കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ കുത്തിക്കയറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോർമൽ ആയിട്ടുള്ള വീഡിയോസിൽ തന്നെ അത്യാവശ്യം വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കുറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ 3 ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്റെ വാച്ചിങ് അവേഴ്സ് ഞാൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടി, അതായത് ആദ്യമായിട്ട് തുടങ്ങുന്നവരാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരുപാട് വാച്ചിങ് അവേഴ്സ് ഉള്ളവരും അല്ലെങ്കിൽ നിങ്ങളുള്ളവരൊന്നും ഇത് കാണുന്നില്ല. ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ചെറിയ ടിപ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഐഡിയ കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിലും ഈ പറയുന്ന വീഡിയോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെയും നമുക്ക് വാച്ചിങ് അവേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വളരെ സ്ലോവിൽ, ഇപ്പോൾ ഒരു 2 മിനിറ്റിന്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നമുക്കത് സ്ലോ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സ്ലോ ആക്കുന്ന സമയത്ത് 1 മിനിറ്റിന്റെ ആണെങ്കിലും 2 മിനിറ്റിന്റെ ആണെങ്കിലും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വാച്ചിങ് ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.